ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 5th സെമസ്റ്റർ ബികോമിൻ്റെ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് എന്ന കോഴ്സിലെ റേഷ്യോ അനാലിസിസ് എന്ന ചാപ്റ്ററാണ്. ഇതിൻ്റെ മുമ്പേ ഉള്ള 2 ചാപ്റ്റേഴ്സ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് റേഷ്യോ അനാലിസിസിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് കേട്ടോ. മീനിങ് ഓഫ് റേഷ്യോ. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിമ്പിൾ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഓഫ് ദി റിലേഷൻഷിപ്പ് ഓഫ് വൺ നമ്പർ ടു അനദർ. ഒരു നമ്പർ മറ്റൊരു നമ്പറുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ടെന്ന് കാണിക്കുന്ന ഒരു അരിത്തമെറ്റിക്കൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് എന്ത് പറയുന്നത്, റേഷ്യോ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഓഫ് റേഷ്യോ. റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫൈൻഡ് ആസ് ദ ഇൻഡിക്കേറ്റഡ് quotient of two mathematical expression. 2 വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് കാണിക്കുന്നത്? മാത്തമാറ്റിക്കൽ രൂപത്തിലാണ് കാണിക്കുന്നത്. അതിനൊരു വിക്സോൺ, കെൽ ആൻഡ് ബെഡ്ഫോർഡിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ദി ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 നമ്പേഴ്സ്, 2 നമ്പേഴ്സ് തമ്മിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പ്. ദെൻ യൂസസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് റേഷ്യോ അനാലിസിസ്. റേഷ്യോ അനാലിസിസിൻ്റെ യൂസസും സിഗ്നിഫിക്കൻസും. ഒന്ന്, ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇതിലെല്ലാ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ ഡാറ്റ എടുത്തിട്ടാണ് നമ്മൾ റേഷ്യോ ഒക്കെ ചെയ്യുന്നത്. സോ റേഷ്യോ അനാലിസിസ് മാനേജ്മെന്റിന് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. ദെൻ ഹെൽപ്സ് ഇൻ ഫൈനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്. ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവിയിലെ കാര്യങ്ങൾ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് പറയാം. ഭാവിയിൽ ഇപ്പോഴത്തെ ഡാറ്റ വെച്ചിട്ട് ഭാവിയിൽ എന്താവുമെന്ന് പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അഡ്വാൻസ് ആയിട്ട് തീരുമാനിച്ചു വയ്ക്കുക. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആര് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കില്ലേ, അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനും റേഷ്യോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പിംഗ് കമ്മ്യൂണിക്കേറ്റ്. നമുക്ക് ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഡാറ്റ വെച്ചിട്ടാണ് റേഷ്യോ അനാലിസിസ് ചെയ്യുന്നത്. സോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു കമ്പനിയെ കുറിച്ച് അതിലൂടെ അറിയാൻ പറ്റും. ഇത്തരം വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദാറ്റ് ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ. ഒരു ഫേമിൻ്റെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം മെയിൻ എന്താണോ ഒബ്ജക്റ്റീവ് അതിന് വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തെയും സ്ഥാപനത്തിൻ്റെ ഓരോ പാർട്ടിനെയും നമുക്ക് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാം. ഹെൽപ്പ് ഇൻ കൺട്രോൾ. ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ആ പ്ലാൻ ചെയ്ത പ്രകാരം കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കൺട്രോളിങ് ആവശ്യമാണ്. ദെൻ അസസ് ഫൈനാൻഷ്യൽ പൊസിഷൻ. നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നു. ദെൻ യൂട്ടിലിറ്റി ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് ഒരുപാട് ഉപകാരമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റേഷ്യോ ഒക്കെ കണ്ടുപിടിക്കുന്നതിലൂടെ ഈ ഫേമിന് കടം വീട്ടാനുള്ള കഴിവുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതേപോലെ ഇവർക്ക് കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് തരാൻ പറ്റും. ഇങ്ങനെയുള്ള മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കടം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ യൂട്ടിലിറ്റി ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് സംബന്ധിച്ചിടത്തോളം അവർക്ക് വേജസ് കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റു തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ റേഷ്യോ അനാലിസിസ് സഹായിക്കും. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ ഈ പ്ലാൻസ്, പോളിസീസ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ഓരോ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റ് എത്രത്തോളം ഉണ്ടെന്ന്, അപ്പൊ അതിനനുസരിച്ചിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഫ്യൂച്ചർ പോളിസീസ്. ലിമിറ്റേഷൻസ് ഓഫ് റേഷ്യോ അനാലിസിസ്. റേഷ്യോ അനാലിസിസിന്റെ ലിമിറ്റേഷൻസ് ആണ്. ഒന്ന്, ലിമിറ്റഡ് യൂസ് ഓഫ് സിംഗിൾ റേഷ്യോ. ഒരൊറ്റ റേഷ്യോ മാത്രം കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. അപ്പൊ അതിന്റെ അർത്ഥം പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് എണ്ണം പഠിക്കാനുണ്ട്. സോ ലാക്ക് ഓഫ് ആഡ്വക്കേറ്റ് സ്റ്റാൻഡേർഡ്സ്. കൃത്യമായ സ്റ്റാൻഡേർഡ് ഇല്ല. ചിലതിനൊക്കെ ഓരോന്നിനും ഇതാണ് അതിന്റെ സ്റ്റാൻഡേർഡ്, ചിലതിന് ഇത്രയാണ് അതിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയും. പക്ഷെ അത് എന്താ പറയാ, ഇടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. ദെൻ ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന സബ്ജക്ട്സിന് തന്നെ ഒരുപാട് തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ആ ലിമിറ്റേഷൻസിന്റെ ബേസിലുള്ള അക്കൗണ്ടിങ്ങിനെ ബേസ് ചെയ്ത് നമ്മൾ റേഷ്യോ അനാലിസിസ് ചെയ്യുമ്പോൾ അതിനുള്ള എല്ലാ കുറവുകളും ഏതിനും വരുന്നു? ഈ റേഷ്യോയ്ക്കും വരുന്നു. ദെൻ ചേഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ്. അക്കൗണ്ടിങ്ങിന്റെ പ്രൊസീജിയർ മാറുന്നതിനനുസരിച്ച് നമുക്കറിയാം സ്റ്റോക്കിന്റെ ഇത് മാറുന്നുണ്ട്, ഡിപ്രീസിയേഷൻ മാറുന്നുണ്ട്, പലതരം മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ മെത്തേഡ് മാറി മാറി വരുമ്പോൾ നമ്മുടെ ഡാറ്റയുടെ റിലയബിലിറ്റി കുറയും എന്നുള്ള. അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ റേഷ്യോയുടെ റിലയബിലിറ്റി കുറയും. വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് വരുത്തി തീർക്കുക. നമ്മൾ ഒത്തിരി നല്ല
രീതിയിലുള്ള ഒരു ഫേം ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള നമ്മുടെ കാര്യങ്ങളും മറച്ചു വെക്കുന്ന രീതിയാണ് എന്ത് പറയുന്നത്, വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പനിക്ക് ബെറ്റർ ഫൈനാൻഷ്യൽ ആൻഡ് പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ ഉണ്ടെന്ന് ഔട്ട്സൈഡേഴ്സിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ദെൻ പേഴ്സണൽ ബയാസ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റേഷ്യോസ് ജസ്റ്റ് ആ അനാലിസിസ് ചെയ്ത് കാണിച്ചു തരികയാണ്, ഇന്നതാണ് ഫിഗേഴ്സ് എന്ന്. ആ ഫിഗർ മാത്രം കൊണ്ടൊരു കാര്യമില്ല. അത് വെച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ആരാണ്? മാനേജേഴ്സ് ആണ്. സോ മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് ആണ്. അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ എപ്പോഴും രണ്ട് വശം ഉണ്ടായിരിക്കും, ഉറപ്പല്ലേ? കാരണം ചില ഭാഗങ്ങളിലൂടെ ആലോചിക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും, ചില ഭാഗങ്ങളിലൂടെ ആലോചിക്കുമ്പോൾ അത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. ഇൻകംപാരബിൾ. നമുക്ക് ഒരു ഇൻഡസ്ട്രിയെ മറ്റൊരു ഇൻഡസ്ട്രിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കമ്പനിയും ഡിഫറെൻറ്റ് സൈസ് ആയിരിക്കാം, ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ആയിരിക്കാം. അപ്പം അന്നേരം ഈ റേഷ്യോ ഉപയോഗിച്ചിട്ടുള്ള കമ്പാരിസൺ മിസ്ലീഡിങ് ആയിരിക്കും. കൂടാതെ അബ്സല്യൂട്ട് ഫിഗേഴ്സ് ഡിസ്റ്റോർട്ടീവ്. റേഷ്യോ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്സല്യൂട്ട് ഫിഗേഴ്സിനൊക്കെ എന്ത് ചെയ്യും, ഒഴിവാക്കിയിട്ട് നമ്മൾ ഒറ്റ സിംഗിൾ ഫിഗറിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സിംഗിൾ ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ മൊത്തം ഡാറ്റയെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്തത് പ്രൈസ് ലെവൽ ചേഞ്ചസ്. മാർക്കറ്റിൽ ഉണ്ടാവുന്ന പ്രൈസ് ലെവൽ ചേഞ്ചസ് കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ റേഷ്യോ നോ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അതൊരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ടൂളാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. അല്ലാതെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് ഒക്കെ പകരമായിട്ട് നമുക്കൊന്നും റേഷ്യോ വെക്കാൻ പറ്റില്ല. ഇനി പലതരത്തിലുള്ള റേഷ്യോ ഉണ്ട്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിക്വിഡിറ്റി റേഷ്യോ ആണ്. എന്താണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേമിന് അതിന്റെ കറണ്ട് ഓബ്ലിഗേഷൻ, അതായത് ഹ്രസ്വകാല കടങ്ങൾ, കറണ്ട് ഓബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഹ്രസ്വകാല കടങ്ങൾ വീട്ടാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്, ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സോ ഷോർട്ട് ടേം ഓബ്ലിഗേഷൻ മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെടുത്ത് കറണ്ട് അസറ്റ്സ് വേണം. കറണ്ട് അസറ്റ് ഉപയോഗിച്ചിട്ടാണ് കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ലിക്വിഡിറ്റി റേഷ്യോയിൽ നിങ്ങൾക്ക് രണ്ടെണ്ണമാണ് പഠിക്കാനുള്ളത്. ഏതാണ്? ഒന്ന് കറണ്ട് റേഷ്യോ. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതാണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേര് പറയും, എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്നും ഇതിനെ പറയാറുണ്ട്. ഇത് ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ലിക്വിഡിറ്റി പൊസിഷൻ ആണ് കാണിക്കുന്നത്. എന്താണ് ഇക്വേഷൻ വരുന്നത്? കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ദെൻ കറണ്ട് അസറ്റ്സ്. അപ്പൊ ഇതിന് നമുക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? കറണ്ട് അസറ്റ് ഏതൊക്കെയാണെന്ന് അറിയണം, അതേപോലെ കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണ് അറിയാം. അപ്പോൾ ഇത് കാണാതെ പഠിച്ചിരിക്കണം കേട്ടോ. കറണ്ട് അസറ്റ്സ് ഏതാണെന്നുള്ളത് ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്, മാർക്കറ്റബിൾ സെക്യൂരിറ്റി ഷോർട്ട് ടേം ഉണ്ട്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ബിൽസ് റെസീവബിൾ ഉണ്ട്, സൺട്രി ഡെപ്റ്റേഴ്സ് ഉണ്ട്, ഇൻവെന്ററീസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഉണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഉണ്ട്. കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ്, ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഷോർട്ട് ടേം അഡ്വാൻസ്, ഇൻകം ടാക്സ് പേയബിൾ ആൻഡ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. ഇനി ഈ റേഷ്യോ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു നിൽക്കുക. അപ്പൊ അതിന്റെ റിസൾട്ട് 2:, ഇപ്പോൾ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി. അപ്പൊ നമുക്കൊരു ഉത്തരം കിട്ടുമ്പോൾ ഒറ്റ സിംഗിൾ ഫിഗർ ആയിട്ടാണ് വരിക. അതിന്റെ കൂടെ നിങ്ങൾ എന്തും കൂടി ചേർത്ത് എഴുതുക, 1:1. എന്താ ചേർത്ത് എഴുതേണ്ട? 1:1. അപ്പൊ നമ്മുടെ റേഷ്യോ എങ്ങനെ വരിക? 1:1. ഇതിന്റെ മുന്നിൽ പല സംഖ്യകളും വരും. അപ്പൊ 2:1 ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് കണക്കാക്കുന്നത്. അതായത് 2 കറണ്ട് അസറ്റ് ആണെങ്കിൽ 1 എന്താണ്? കറണ്ട് ലയബിലിറ്റി. കറണ്ട് റേഷ്യോ 2 എന്ന് പറയാം, അല്ലെങ്കിൽ കറണ്ട് അസറ്റ് 2 എന്ന് പറയാം, കറണ്ട് ലയബിലിറ്റി 1 എന്ന് പറയാം. അപ്പൊ നല്ല ഹൈ കറണ്ട് റേഷ്യോ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ലിക്വിഡിറ്റി പൊസിഷൻ, നമ്മുടെ കയ്യിൽ ക്യാഷ് ഉള്ള അവസ്ഥ എന്തായിരിക്കും? കൂടുതലായിരിക്കും. നമ്മുടെ അടുത്ത് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനുള്ള ക്യാഷ് ഉണ്ട് എന്നർത്ഥം. ഇനി അടുത്തത് ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ ആണ് അടുത്തത് പറയാനുള്ളത്. അത് ഈ ലിക്വിഡ് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതാണ് ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത്. ക്യുക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പൊ എന്തൊക്കെയാ ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ? കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസസും കുറയ്ക്കണം. ഇതിന്റെ സ്റ്റാൻഡേർഡ് നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡ് 2:1. കറണ്ട് അസറ്റ് 2, കറണ്ട് ലയബിലിറ്റി 2. ഇവിടെ എത്രയാ സ്റ്റാൻഡേർഡ് പറയുന്നത്? 1:1. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ലിക്വിഡ് അസറ്റ്
വണ്ണും കറണ്ട് ലയബിലിറ്റി വണ്ണും ആ രീതിയിലാണ് വരിക. അപ്പൊ എന്താ ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസസ് കുറച്ച്. രണ്ട് പ്രോബ്ലം ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. കാൽക്കുലേറ്റ് കറണ്ട് റേഷ്യോ ആൻഡ് ക്വിക്ക് റേഷ്യോ ഫ്രം ദ ഫോളോയിങ്. സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, ക്യാഷ്, ബിൽസ് റിസീവബിൾ, പ്രീപെയ്ഡ്, ലാൻഡ്, ഗുഡ് വിൽ. നമുക്ക് എന്താ അറിയേണ്ടത്? ആദ്യം കറണ്ട് അസറ്റ് ഏതൊക്കെയാണെന്ന് അറിയണം കറണ്ട് റേഷ്യോ കാണണമെങ്കിൽ അല്ലെ. കറണ്ട് റേഷ്യോ അപ്പോൾ സ്റ്റോക്ക്, സൺഡ്രി ഡെപ്റ്റേഴ്സ്, ക്യാഷ്, ബിൽസ് റിസീവബിൾ, പ്രീപെയ്ഡ്, ഇതെല്ലാം എന്താണ്? ഇത്രയും ഭാഗം കറണ്ട് അസറ്റ്സ് ആണ്. ഇനി കറണ്ട് ലയബിലിറ്റി ഏതൊക്കെയാ? സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ടാക്സ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇത് കാണാതെ പഠിച്ചിരിക്കണം ഏതൊക്കെയാ കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി എന്ന്. ഇനി നമ്മൾ കറണ്ട് റേഷ്യോയുടെ ഫോർമുല എഴുതി. കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഈ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റോക്ക് പ്ലസ് സൺഡ്രി ഡെപ്റ്റേഴ്സ് പ്ലസ് ക്യാഷ്, അങ്ങനെ പ്ലസ് പ്ലസ് ഇട്ട് പോവാം ഏത് വരെ? പ്രീപെയ്ഡ് വരെ. എന്നിട്ട് അതിൻ്റെ എമൗണ്ടുകൾ പ്ലസ് ചെയ്തു. നമുക്ക് 1,90,000 കിട്ടി. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ സൺഡ്രി ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽസ് പേയബിൾ പ്ലസ് ടാക്സ് പേയബിൾ പ്ലസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് പ്ലസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അതിൻ്റെ എമൗണ്ട് ടോട്ടൽ ചെയ്തപ്പോൾ 85,000 ആണ് നമുക്ക് കിട്ടിയത്. മറ്റേത് എത്രയാണ് കിട്ടിയത്? 1,90,000. ഒരുപാട് പ്രോബ്ലം നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ. കാരണം ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണിത്. സോ കറണ്ട് റേഷ്യോ കാണണം. കറണ്ട് അസറ്റ് 1,90,000 ഡിവൈഡഡ് ബൈ 85,000, 2.24:1. എങ്ങനെ എഴുതാം? 2.24:1. ഇതാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. ദെൻ അടുത്തത് നമുക്ക് ക്വിക്ക് റേഷ്യോ കാണണം. ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ലിക്വിഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസസും കുറച്ചാണ്. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,90,000 കിട്ടിക്കഴിഞ്ഞു. അതിൽ സ്റ്റോക്കിന്റെ എമൗണ്ട് 60,000, അതേപോലെ പ്രീപെയ്ഡ് 310,000 ആണ്. അത് രണ്ടും കുറച്ച 1,20,000 കിട്ടി. കറണ്ട് ലയബിലിറ്റി ഓൾറെഡി നമ്മൾ കണ്ടുവച്ച സെയിം എമൗണ്ട് തന്നെയാണ് 85,000. സോ liquid ratio is equal to liquid 1,20,000 divided by 80,000 is equal to 1.41:1. 1.41:1. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്തത് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. given current ratio 2.8, asset test ratio 1.5, വർക്കിംഗ് ക്യാപിറ്റൽ 1,62,000. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കറണ്ട് അസറ്റ് കാണണം, കറണ്ട് ലയബിലിറ്റി കാണണം, ആൻഡ് ലിക്വിഡ് അസറ്റ്സ് കാണണം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു നോക്കിയേ. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? എമൗണ്ട് ആയിട്ട് എന്താ തന്നിട്ടുള്ളത് നോക്കാം. ഇവിടെ എന്താ എമൗണ്ട് ആയിട്ട് തന്നിട്ടുള്ളത്? വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ അതിന്റെ അർത്ഥം ഈ വർക്കിംഗ് ക്യാപിറ്റൽ വെച്ചിട്ടാണ് ഇത് തുടങ്ങേണ്ടത്. ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യേണ്ടത് വർക്കിംഗ് ക്യാപിറ്റൽ വെച്ചിട്ടാണ് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കുക. ഇനി കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്നാണ് അല്ലേ. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ചാണ്. ഇനി നോക്കൂ, ഈ ക്വസ്റ്റ്യനിക്ക് നോക്കൂ. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തമ്മിലുള്ള ബന്ധാണ്? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി. അപ്പൊ ഈ 2.8:1 ഇങ്ങനെ എഴുതി കൂടെ? ഇവിടെ ഞാനിപ്പോ 1:1 ഇട്ടാലോ? നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1:1 നമുക്ക് ഇവിടെ ചേർക്കാം അല്ലേ. ആസിഡ് ടെസ്റ്റ് റേഷ്യോ അതേപോലെ 1.5:1. അതിൽ ഈ 1.5 എന്തിനെ സൂചിപ്പിക്കുന്നു? ലിക്വിഡ് അസറ്റ്. ഈ 1 എന്തിനെ സൂചിപ്പിക്കുന്നു? കറണ്ട് ലയബിലിറ്റി. ഇവിടെയും 1 എന്തിനെ സൂചിപ്പിക്കുന്നു? കറണ്ട് ലയബിലിറ്റിയെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇത് 1:1 ചേർത്താൽ കുഴപ്പമില്ല, അങ്ങനെയാണ് അത് എഴുതേണ്ടത്. അപ്പൊ കറണ്ട് റേഷ്യോയില് 2.8 കറണ്ട് അസറ്റും 1 എന്താണ്? കറണ്ട് ലയബിലിറ്റി. ആസിഡ് ടെസ്റ്റ് റേഷ്യോയില് 1.5 ലിക്വിഡ് അസറ്റും 1 കറണ്ട് ലയബിലിറ്റി. സോ ഇനി നമ്മൾ നോക്കൂ, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ചാണ്. അപ്പൊ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.8 ആണ്. -1. 2.8 അല്ലേ കറണ്ട് അസറ്റ്? ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു തന്നതേ 2.8 -1. അപ്പൊ എത്ര കിട്ടും? 1.8 കിട്ടും. 1.8ന്റെ വിലയാണ് 1.8 എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റ് നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ചാൽ എത്രയാ? വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പൊ 2.8 കറണ്ട് അസറ്റ്, 1 കറണ്ട് ലയബിലിറ്റി, അതിന്ന് കുറച്ച്
കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലാബിലിറ്റി. സോ 1.8 കിട്ടി, അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഈ 1.8ന്റെ വില എത്രയാണ്? 1,62,000 ആണ്. അങ്ങനെയാണെങ്കിൽ 1ന്റെ വില എങ്ങനെ കാണാം? 1 ഈസ് ഈക്വൽ ടു 1,62,000 ഡിവൈഡഡ് ബൈ 1.8. 1,62,000 ഇത് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? 1.8 എത്ര കിട്ടി? 90,000, 90,000 കിട്ടി. ഇനി ഇത് 1ന്റെ വിലയാണ്. 1ന്റെ വിലയാണ് 90,000. നിങ്ങളുടെ ഈ ഇക്വേഷനിൽ 1 എന്തിനെ സൂചിപ്പിക്കുന്നു? കറണ്ട് ലാബിലിറ്റി. അപ്പോൾ 1ന്റെ വില എത്രയാണ്? 90,000 ആണെന്ന് മനസ്സിലായി. അപ്പൊ കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാ? 90,000. ഇനി 2.8ന്റെ വില എങ്ങനെയാ കാണാ? 1 ഇൻറ്റു 2.8 ചെയ്താൽ മതി. 2.8ന്റെ വില എന്ന് പറഞ്ഞാല് 2.8ന്റെ വില എത്രയാ? 2.8 ഇൻറ്റു 1ന്റെ വില എത്രയാ? 90,000. അപ്പൊ 2.8 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2.8 തന്നെയല്ലേ? അപ്പൊ 2.8 ഇൻറ്റു 90,000 കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? നിങ്ങൾക്ക് കറണ്ട് അസറ്റ് കിട്ടും. അതേപോലെ 1.8 കൊടുക്കുക. ഇതേപോലെ ഒന്നും ചെയ്യണം. അതാ 1.8 കൊടുക്കുക. 1.8 അല്ല 1.5 കൊടുക്കുക. 1.5ന്റെ വില കാണാം. 1ന്റെ വില 90 ആണെങ്കിൽ 1.5ന്റെ വില എങ്ങനെ കാണാം? 1.5 ഇൻറ്റു 90,000. അങ്ങനെ നമുക്ക് ലിക്വിഡ് അസറ്റ്സും കിട്ടി. മനസ്സിലായിട്ടുണ്ടോ? ഇനി അതിന്റെ അടുത്ത പോർഷൻ, അതായത് സോൾവൻസി റേഷ്യോ, അടുത്ത ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും വീഡിയോ കാണുക, നിങ്ങളുടെ കമൻസ് ഒക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.